സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ലഡാക്കിലെ ഉള്ള ആളാണ്. അദ്ദേഹം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും ഒക്കെ ഒരുപാട് സമരങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ CJP എന്ന് പറയുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത്, പാർട്ടി എന്ന് പറയാനൊക്കത്തില്ല നമുക്ക്, ഒരു സംഘടന, ഒരു പ്രസ്ഥാനം, അത് ചിലപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടി ആയേക്കാം. അപ്പോൾ AIP വന്നതുപോലെ ചിലപ്പോൾ. അപ്പോൾ ആ പ്രസ്ഥാനം, അതായത് ഒരു കൊതുകുകളുടെ കൂട്ടം, കോക്രോച്ച് ജനതാ പാർട്ടി, കൊതുകുകളുടെ അല്ല, പാറ്റകളുടെ കൂട്ടം, കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേരിൽ വന്നത്, അത് നമ്മുടെ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ, നമ്മുടെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പ്രസ്താവനയിൽ നിന്നാണ് അവസാനം ഈ പേരുടലെടുക്കുന്നത്. അതാണ് കോക്രോച്ചുകളെ പോലെ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഏതായാലും അവരത് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി CJP എന്നുള്ള പേരിൽ ഇത് അറിയപ്പെടും. അവർ ജന്തർ മന്ദറിൽ വലിയ സമരത്തിലാണ്. അതിന് വേറെ കാര്യമൊന്നുമില്ല സമരം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ മത്സര പരീക്ഷകൾ നടത്തിയല്ലോ, അപ്പോൾ അതിൻ്റെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നേതൃത്വത്തിൽ നടത്തി വലിയ അഴിമതി അതിൽ നടന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് മനസ്സ് വിഷമിച്ചു. എത്രയോ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. അത് വളരെ വലിയൊരു തോന്നിവാസമാണ് അതിൽ കാണിച്ചത്. അത് ധർമ്മേന്ദ്ര പ്രധാന് അതിനകത്ത്, അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അതിൽ നേരിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള ആരോപണത്തിലാണ് ഈ സമരങ്ങൾ, പ്രതിഷേധ സ്വരങ്ങളെല്ലാം ഉയരുന്നത്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാനെ ഇതുവരെ പറഞ്ഞയക്കാൻ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. അതിൻ്റെ കാരണം എന്തോന്ന് നമുക്കറിയില്ല. അപ്പോൾ ഏതായാലും അത് അയാളെ മാറ്റും എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അയാളെ മാറ്റിയിട്ടുമില്ല. അയാൾ ഇപ്പോഴും അവിടെ ആ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അപ്പം ഇങ്ങനെ ഇതുപോലുള്ള ആ സമരവേദിയിലേക്ക് കടന്നു വന്ന ആളാണ് നമ്മുടെ സോനം വാങ്ചുക്. സോനം വാങ്ചുക്കിനെ നമുക്കൊക്കെ അറിയാം. കാരണം അവിടെ, അതായത് ഈ ലഡാക്കിലെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ സമരം ചെയ്യുകയും കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണിലെ കരടാകുകയും ചെയ്ത് ഒരുപാട് നാൾ ഒരാവശ്യവുമില്ലാതെ അദ്ദേഹത്തിനെ ഈ നമ്മുടെ രാജ്യദ്രോഹ കുറ്റമൊക്കെ ആരോപിച്ച് പിടിച്ചു കൊണ്ടുവന്ന് ജയിലിലിട്ടിരുന്നതാണ്. അവസാനം അദ്ദേഹം ജയിൽ മോചിതനായി വന്നതാണ്. അയാൾ അടങ്ങിയിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഈ CJP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തോട് ആഭിമുഖ്യം കാട്ടിക്കൊണ്ട് അദ്ദേഹം ഈ ജന്തർ മന്ദറിൽ സമരത്തിന് വന്നപ്പോൾ നിരാഹാര സമരത്തിലേക്ക് അവർ കടന്നു. അതായത് ഈ പരീക്ഷാ ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള കാര്യത്തിനാണ്, അതിനെതിരെയാണ് അദ്ദേഹം വന്നു നിരാഹാര സമരം ആരംഭിച്ചു. അദ്ദേഹം ഏതാണ്ട് വളരെ അവശനായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഈ നിരാഹാരം നടന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വളരെ വല്ലാതെ, നരേന്ദ്രമോദി വളരെ വല്ലാതെ ഒരു പ്രതിരോധത്തിലായി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാർലമെൻറ്റ് കൂടുകയാണ്. പാർലമെൻറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും. ഈ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെ വലുതായിട്ട് വരുമ്പോൾ അതിനകത്ത് മറുപടി പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലെ കാര്യങ്ങൾ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് നല്ല ബുദ്ധിയുണ്ട് കേട്ടോ, ഈ ഭരിക്കുന്നവർക്ക്. ആ ബുദ്ധി നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർ പ്രയോഗിക്കാറില്ല. അവർക്ക് അവരുടെ പാർട്ടി വളർത്താനും രാഷ്ട്രീയം വളർത്താനും അവരെ അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കാനും ആയിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ അവർ ചിന്തിക്കുന്നത്, ഈ ബുദ്ധി ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മളെ രക്ഷിക്കാനോ നമുക്ക് വേണ്ട നല്ല കാര്യത്തിനോ വേണ്ടി അവരുടെ ഈ ബുദ്ധി ഒരിക്കലും ഉപയോഗിക്കത്തില്ല. വർഗീയതയ്ക്കും അതുപോലെ പരസ്പരം അടുപ്പിച്ച് മാറ്റിയിട്ട്, അതായത് ഈ പരസ്പരം ഈ ആളുകളെ കൊണ്ട് ഇടിപ്പിച്ച് അതിൻ്റെ ചോര കുടിക്കുന്ന ഈ കുറുക്കന്മാരുണ്ടല്ലോ, ആ രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എളുപ്പം ഒരു മാർഗം കണ്ടുപിടിച്ചു കേട്ടോ. ഈ സോനം വാങ്ചുക്ക് ചിലപ്പോൾ അവിടെ കിടന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാവും. അത് സമ്മതിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അയാളെ അവിടുന്ന് ഡൽഹി പോലീസിനെ ഉപയോഗിച്ച്, ഇപ്പോൾ ഡൽഹി പോലീസൊക്കെ ഇവരുടെ കീഴിലാണ്, ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ബലമായിട്ട് ആ സമരവേദി കടന്നു ചെന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചെടുത്ത് ആംബുലൻസ് കയറ്റി ആശുപത്രി കൊണ്ടാക്കി. എന്നിട്ടിപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ വിർച്വലി തടങ്കലിലാണ്.
അദ്ദേഹം ചികിത്സയൊക്കെ നിഷേധിച്ചു. അദ്ദേഹം ചികിത്സയൊന്നും എടുക്കുന്നില്ല, ഇവിടെ കിടന്ന പോലെ തന്നെയാണ്. ആഹാരം കഴിക്കാൻ തയ്യാറാവുന്നില്ല, ചികിത്സ നിഷേധിക്കുകയാണ് അവിടെ കിടന്ന്. പക്ഷേ ഇവിടെ നിങ്ങൾ കൊണ്ടുപോയി അവിടെ ആക്കിയല്ലോ. ഇപ്പോൾ ഇവിടെ വാങ്ചുക്ക്, സോനം വാങ്ചുക്ക് ഇവിടെ ഇല്ല എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നെഞ്ചു വിരിച്ചു എന്ന് പറയാം കേട്ടോ. 86 ഇഞ്ച് നേരെ പറയാം നിന്നുകൊണ്ട്. അതാണ് അതിനുവേണ്ടി ചെയ്തേക്കുന്ന പണിയായത്, അല്ല വേറെ നല്ല കാര്യത്തിനൊന്നും അല്ല. സോനം വാങ്ചുക്കിൻ്റെ കൂടെയുള്ള താല്പര്യം കൊണ്ടും അല്ല. ഈ സോനം വാങ്ചുക്ക് ഇങ്ങനെ ഇതുപോലെ കിടന്നു കഴിഞ്ഞപ്പോൾ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊള്ളാവുന്ന രാഷ്ട്രീയക്കാരൊക്കെ അദ്ദേഹത്തിനെ വന്ന് കണ്ടു കേട്ടോ. ഒരുപാട് പേര് അദ്ദേഹത്തെ സന്ദർശിച്ച ഒരു കാര്യം അവർ പറഞ്ഞു അദ്ദേഹത്തിനടുത്ത്. ജനാധിപത്യ ബോധമില്ലാത്തവന്മാർക്കെതിരെ നിങ്ങളിങ്ങനെ നിരാഹാര സത്യാഗ്രഹം നടത്തിയാൽ നിങ്ങൾ മരിക്കാനേ ഒക്കുള്ളൂ. അവരുടെ കണ്ണീരൊന്നും വരുത്തില്ല, അവരുടെ മനസ്സരിയത്തുമില്ല, അതുകൊണ്ടൊരു പ്രയോജനമില്ല. ജനാധിപത്യ ബോധമില്ലാത്തവന്മാർക്കെതിരെ നിങ്ങൾ ഈ സമരം ചെയ്തുകൊണ്ട്, ഈ രീതിയിലുള്ള സത്യാഗ്രഹം നടത്തിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് വിവരമുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തു. ശരിയല്ലേ? ആലോചിച്ച് നോക്കിക്കോളൂ. പണ്ട് മഹാത്മാഗാന്ധി ഒരുപാട് നിരാഹാര സത്യാഗ്രഹങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, സ്വാതന്ത്ര്യം ആഘോഷിക്കാനായിട്ട് അന്ന് ഈ നമ്മുടെ ഗോസായിമാരൊക്കെ ഉണ്ടല്ലോ, അവർ കോട്ട് തയ്പ്പിക്കാൻ നടന്നപ്പോൾ മഹാത്മാഗാന്ധി കൽക്കട്ടയിലെ തെരുവിൽ നിരാഹാരം കിടക്കുകയായിരുന്നു. അതായത് ഹിന്ദു മുസ്ലിം ലഹള അവസാനിപ്പിക്കണം, അത് അവസാനിപ്പിക്കാതെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. അതായിരുന്നു ഗാന്ധിജിയുടെ ആ പ്രഖ്യാപനം. അതിന് മുമ്പ് തന്നെ ഗാന്ധിജി നിരാഹാരം ഒരുപാട് സത്യാഗ്രഹം നടത്തി. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടല്ലോ, ആരുടെ മുമ്പിലും കുലുങ്ങാത്ത ബ്രിട്ടീഷുകാർക്ക് ഗവൺമെൻറ് ആ വിദേശികൾക്ക് മനസ്സലിയും. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ഭരണാധികാരികൾക്കുണ്ടല്ലോ മനസ്സലിയത്തില്ല. അതുകൊണ്ട് അവർ മനസ്സലിഞ്ഞ് ഗാന്ധിജിയുടെ നിരാഹാര സത്യാഗ്രഹം ഏതെങ്കിലും വിധത്തിൽ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. നേരെ മറിച്ച് നമ്മുടെ ഈ കേന്ദ്രത്തിൽ ഇരിക്കുന്നവരുടെ ഒന്നുണ്ടല്ലോ, എവിടെയൊന്നും ഇവർക്ക് മനസ്സില്ലല്ലോ, പിന്നെ എങ്ങനെ അലിയുന്നേ? അവർക്ക് എന്താ ഉള്ളത് മനസ്സിൻ്റെ സ്ഥാനത്ത്? മനസ്സെന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഭാഗത്ത് കല്ലാണുള്ളത്, അല്ലാതെ അവർ മനുഷ്യരായിട്ട് ചിന്തിക്കുന്നവരല്ല. അപ്പോൾ അവർക്ക് മനസ്സൊന്നും അലിയത്തില്ല എന്നുള്ളത് എത്രയോ ശരിയായ കാര്യമാണ്. ഇത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഓർമ്മ വരുന്ന 1984 ഈ സോനം വാങ്ചുക്കിൻ്റെ പിതാവ് വാങ്യാൽ എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഈ ലഡാക്കിൽ അവർക്ക് വേണ്ടി, അതായത് ജമ്മുവിൽ ഉള്ള ആളുകൾക്ക് വേണ്ടി അവിടെ ആ ലഡാക്കിൽ ഉള്ള ആളുകളെ അവരെ പട്ടിക വർഗത്തിൽ ഉൾപ്പെടുത്തണം, ഷെഡ്യൂൾ ട്രൈബ്സായിട്ട് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി സമരം ചെയ്തു. അന്ന് കേന്ദ്ര ഗവൺമെൻറ് അതിന് ചെവി കൊടുത്തില്ല. പക്ഷേ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചു. 6 ദിവസം കഴിഞ്ഞു, നിരാഹാരം കിടന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു. ശ്രീമതി ഇന്ദിരാഗാന്ധി, അന്ന് പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ, ഇന്ദിരാഗാന്ധി നേരിട്ട് ഈ സത്യാഗ്രഹ വേദിയിൽ ചെന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹത്തിന് നാരങ്ങാ നീര് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചു, ഈ സമരം നിർത്തണം, നിരാഹാരം നിർത്തണം, നിങ്ങളുടെ ആവശ്യം ഞാൻ പരിഗണിക്കാം, ഞാനത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് 1984 ഇന്ദിരാഗാന്ധി നേരിട്ട് നാരങ്ങാ നീര് കൊടുത്താണ് അദ്ദേഹത്തിനെ കൊണ്ട് നിരാഹാരം അവസാനിപ്പിച്ചത്. ഇത് ഞാൻ ഓർമ്മ വരുന്നത്, ഞാൻ പറഞ്ഞത് ഇതുപോലെ മുതലക്കണ്ണീര് പൊഴിക്കുന്നവരെ വെറുതെ കാണിച്ചാൽ പോരാ, ആളുകളുടെ മനസ്സ് വേണം, അതിൽ ആർദ്രത വേണം, ദയ വേണം, കാരുണ്യം വേണം. അതൊന്നും ഇന്നുള്ളവർക്കില്ല. സോനം വാങ്ചുക്ക് അവിടെ കിടന്ന് മരിച്ചാൽ വേറെ വലിയ പ്രശ്നമുള്ളതുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ, യുവത്വം തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ള ഭയം കൊണ്ട് അദ്ദേഹത്തെ, മാത്രമല്ല പാർലമെൻറ്റിൽ ഈ ചോദ്യങ്ങൾ വരുമല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹോസ്പിറ്റൽ അറസ്റ്റിലാക്കിയേക്കുന്നത്. അതാണ് കാര്യം, മറ്റൊന്നുമല്ല.